ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയും കോൺഗ്രസ് നേതൃത്വത്തിൽ തർക്കം. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, വിജയിച്ചവരുടെ ഇടയിലും തർക്കമുണ്ട്. പരാജയപ്പെട്ട LDFിൻ്റെ ഇടയിലാകട്ടെ അത് വലിയ പ്രശ്നത്തിലേക്ക് പോയിരിക്കുന്നു. എങ്ങോട്ടാണ് ഈ വോട്ടുകളെല്ലാം പോയത് എന്നൊക്കെയുള്ളത്. വിജയത്തിൻ്റെ ക്രെഡിറ്റിനെ ചൊല്ലിയാണ് ഈ കോൺഗ്രസിൽ നേതാക്കൾക്കിടയിൽ ഇപ്പോൾ തർക്കം ഉടലെടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ മാത്രം ക്രെഡിറ്റായി വിജയത്തെ കാണാൻ കഴിയില്ല എന്നാണ് നേതാക്കളുടെ അഭിപ്രായം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ വിജയം നിലമ്പൂരിൽ സംഭവിച്ച ഉടനെ തന്നെ VD സതീശനെ എല്ലാവരും വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, സതീശൻ്റെ വിജയം എന്ന രീതിയിലൊക്കെ പറയുന്ന കാര്യം. പക്ഷേ ഇക്കാര്യത്തിലും മറ്റു നേതാക്കൾക്കിടയിൽ മുറുമുറുപ്പുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ ഒരാളുടെ മാത്രം വിജയമായി അതിനെ കണക്കാക്കുന്നു എന്നുള്ളതൊക്കെയാണ്. ഒരു ടീം അവിടെ പ്രവർത്തിച്ചിരുന്നു, അവരൊക്കെ എവിടെ പോയി, എന്തുകൊണ്ട് അവിടേക്ക് ക്രെഡിറ്റ് വരുന്നില്ല എന്ന തരത്തിൽ വലിയ അസ്വാരസ്യങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്നാണ് അറിയുന്നത്. അവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് VD സതീശനെ, പ്രതിപക്ഷ നേതാവ് VD സതീശനെ വാഴ്ത്തലുകളുമായി ഒരു വിഭാഗം രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ക്യാപ്റ്റൻ എന്ന നിലയിലേക്ക് ഉള്ള വിശേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള വിശേഷണങ്ങൾ വന്നതോടുകൂടിയാണ് കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം അതിനെ എതിർത്ത് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് മുൻ KPCC പ്രസിഡന്റ് ആയ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായത്. താനും KPCC പ്രസിഡന്റായിരുന്ന കാലത്ത് നിരവധി തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിട്ടുണ്ട്, പക്ഷേ തന്നെ ആരും ക്യാപ്റ്റനാക്കിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം തുടർന്ന് പറയുന്നത്. ഇങ്ങനൊരു തുറന്ന പോരിലേക്ക് വീണ്ടും ഈ കോൺഗ്രസിൻ്റെ വിജയത്തിന് പിന്നാലെ എത്തുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പല സമയത്ത് പല സാഹചര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്നതാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഉണ്ടാകുന്നതെന്ന് വേണം പറയേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ സാഹചര്യത്തിൽ ആണ് ഈ VD സതീശൻ്റെ വാഴ്ത്തിക്കൊണ്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ പുകഴ്ത്തലുകളൊക്കെ നടക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഒരു വിഭാഗം പ്രവർത്തകരും രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ VD സതീശൻ തന്നെ ഇതിനെ തള്ളിക്കൊണ്ട് തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരാമർശം ഉണ്ടായിരുന്നു. താൻ മാത്രമല്ല, ഏകപക്ഷീയമായിട്ടുള്ള ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയതെന്നടക്കമുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വരികയും ചെയ്തിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് പിന്നിട്ടതോടെ വീണ്ടും ചില പടലപ്പിണക്കങ്ങൾ അല്ലെങ്കിൽ തമ്മിൽ പോര് ഒക്കെ വീണ്ടും ഉണ്ടാക്കുന്നു, വീണ്ടും അതിൽ രൂക്ഷമാകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അതും ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ നിലവിലെ തർക്കമെന്ന് പറയുന്നത്. വിജയം കൈവരിച്ചപ്പോൾ അത് VD സതീശന് മാത്രമായിട്ടുള്ളതാണ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളടക്കം ഈ ക്യാപ്റ്റൻ പ്രയോഗത്തോടുകൂടി അല്ലെങ്കിൽ ക്യാപ്റ്റൻ വിശേഷത്തോടുകൂടി ചില സ്ഥലങ്ങളിൽ പ്രചരിക്കുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളടക്കം രംഗത്തെത്തിയിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി പ്രശാന്ത്.